ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീനയുടെ വിവാഹകാര്യത്തെപ്പറ്റി പറഞ്ഞ് സ്റ്റാൻലിയും വല്യപ്പച്ചനും തമ്മിൽ ചെറിയൊരു ഉടക്കായി. ഒരു വർഷത്തിനുള്ളിൽ തന്നെ അലീനയെ വിവാഹം കഴിച്ച് അയക്കുമെന്നാണ് സ്റ്റാൻലി പറയുന്നത്. എന്നാൽ അലീനയുടെ മനസ്സിൽ മനു ആണുള്ളതെന്ന് വല്യപ്പച്ചനും പറയുന്നുണ്ട്. അലീനയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളണമെന്നും അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്നും സ്റ്റാൻലി ഔതുക്കുട്ടിച്ചായനോട് പറയുന്നുണ്ട്. എനിക്ക് കഴിയുന്ന പോലെയൊക്കെ ശ്രമിക്കാമെന്ന് ഔതുക്കുട്ടിച്ചായനും വാക്കു കൊടുക്കുന്നുണ്ട്. ജീപ്പ് നേരെ ബംഗ്ലാവിൽ തിരിച്ചെത്തി. അലീന ആൻഡപ്പനുമായി സംസാരിച്ച് സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഊണ് കഴിക്കേണ്ട സമയമായതിനാൽ അവൾ തിടുക്കത്തിൽ അടുക്കളയിൽ പോയി എല്ലാം ഒന്ന് ഒരുക്കി വെച്ചു. ഊണിന് ശേഷം പത്രം വായിച്ചുകൊണ്ട് ഔതുക്കുട്ടിച്ചായൻ മുറിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം അലീന ഔതുക്കുട്ടിച്ചായൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വല്യപ്പച്ചന് ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം. ഉറക്കം വരുമ്പോൾ അങ്ങ് നിർത്താം. അപ്പം ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, വർത്തമാനം പറയാൻ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുമോ മോളെ? നല്ല കളിയായി. ചുമ്മാ ഇരുന്ന് മടുക്കുമ്പോഴാ ഒന്ന് ഉറങ്ങുന്നത്. ഔതുക്കുട്ടിച്ചായൻ പെട്ടെന്ന് ഉത്സാഹത്തോടെ എഴുന്നേറ്റിരുന്നു. അപ്പം അലീന ചോദിക്കുക, വല്യപ്പച്ചൻ എന്നാ എന്നെ പുനലൂർക്ക് കൊണ്ടുപോകുന്നത്? അതിന് നിന്റെ അപ്പൻ സമ്മതിക്കണ്ടേ? അവൻ പിടിക്കുന്ന മുയലിന് 3-4 കൊമ്പൊക്കെയാ. അതോർത്ത് വല്യപ്പച്ചൻ പേടിക്കണ്ട. പപ്പയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. വല്യപ്പച്ചൻ റെഡിയാണോ? അത് പിന്നെ എൻ്റെ മോളെ, വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നിന്റെ കാര്യത്തിൽ എൻ്റെ മക്കളെല്ലാം ഭയങ്കര ദേഷ്യത്തിലാ. ലാലിച്ചനെ പേടിച്ചിട്ടാ ആരും ഇങ്ങോട്ട് വരാത്തത്. ആ ദേഷ്യമൊക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെൻ്റെ അടുത്താ തീർക്കുന്നേ. ഞാൻ നിന്നെയും കൂടി ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്ന എനിക്കറിയാമല്ല. ഒയ്യോ, അവരെല്ലാം കൂടി എന്നെ കൊല്ലുവോ? ഏയ്, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് വേണം നിന്റെ ദേഹത്ത് തൊടാൻ. ആ പല്ലിനെ ചോദിക്കുന്നുണ്ട്. ഞാനങ്ങോട്ട് വന്നാൽ അവരെന്നാ ചെയ്യുമെന്നാ വല്യപ്പച്ചന് തോന്നുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാ വീട്ടിൽ കയറ്റാൻ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ? അത് വല്യപ്പച്ചൻ്റെ വീടല്ലേ? വല്യപ്പച്ചൻ അവിടുത്തെ കടുവയില്ലായിരുന്നോ? ആ, അതൊക്കെ പണ്ട്. ഇപ്പം സ്വത്തെല്ലാം വീതം വെച്ച് മക്കൾക്ക് കൊടുത്തില്ലേ? വീടെൻ്റെ പേരിലാണെങ്കിലും ഭരണമൊക്കെ റോബിച്ചനും ഭാര്യയും കൂടിയാ. എന്നാലും വല്യപ്പച്ചൻ അവിടെ ഒരു പിടിപാടില്ലേ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെങ്കിലില്ല. അതങ്ങനെ ഒരു ഇടപാടാ. നമ്മൾ അധികാരം വിട്ടുകൊടുത്താൽ പിന്നെ നമ്മുടെ വാക്കിന് ഒരു വിലയുണ്ടാവില്ല. വല്യപ്പച്ചൻ എന്തിനാ ഈ അധികാരമൊക്കെ വിട്ടുകൊടുത്തത്? അവർക്കും ഭരിക്കേണ്ടേ മോളെ? ഏതാണ്ട് 45 കൊല്ലത്തോളം ഞാൻ കൈവശം വെച്ച് ഭരിച്ചു. ഒരു 25 കൊല്ലെങ്കിലും അവർക്ക് കിട്ടണ്ടേ? എൻ്റെ മക്കളല്ലേ അവർ. മോളെ, ഈ പുരുഷൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനെ 4ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത് കുതിര, പിന്നെ കഴുത, അത് കഴിഞ്ഞാൽ പട്ടി, ഒടുക്കം മൂങ്ങ. ഏ, അതെന്താ വല്യപ്പച്ച? അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞേ, ഞാൻ കേട്ടിട്ടില്ല. അലെനിക്ക് ഉത്സാഹമായി. ഈ കുതിരയെന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടി മതിച്ച് വളരുന്ന കാലമാ കല്യാണം വരെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കഴുതയാ. വീടുണ്ടാക്കണം, മക്കളെ പഠിപ്പിച്ച് വളർത്തണം, അവർക്ക് വേണ്ടി വല്ലതൊക്കെ സമ്പാദിക്കണം. കഴുതയെ പോലെ പണിയെടുക്കുക. മക്കളെ പഠിപ്പിച്ച് കല്യാണം കഴിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ പട്ടിയാ. മക്കൾ കുടുംബം ഭരിക്കുന്നു, പോകുന്നു, വരുന്നു. നമ്മൾ അവരുടെ മക്കളെ വളർത്തുന്നു. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാവലിന് ഒരു പട്ടിയെ പോലെ. വല്ലപ്പോഴും ചന്തയ്ക്ക് പോകാനും വരാനും. അതും കഴിഞ്ഞാൽ പിന്നെ മൂങ്ങയാ. ഈട് തീർന്നു. ഒരിടുങ്ങിയ മുറിയും ഒരു പഴയ കട്ടിലും. എഴുന്നേക്കാനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ പിടിക്കണം. പാതി ഇരട്ടത്ത് അങ്ങനെ ഒറ്റയ്ക്കൊരു കിടപ്പാ. ഇടയ്ക്കിടയ്ക്ക് മക്കളോ ബന്ധുക്കളോ ഒന്ന് സന്ദർശിക്കാൻ വരും. എന്നിട്ട് ചോദിക്കും, സുഖമാണോ വല്യപ്പച്ചനെന്ന്. അപ്പോൾ നമ്മൾ മൂളും, സുഖം. പിന്നെ ചിലർ ചോദിക്കും, വല്യപ്പച്ചനെ ഓർക്കുന്നുണ്ടോ? അപ്പോഴും നമ്മളൊന്ന് മൂളും. അങ്ങനെ മൂളി മൂളി ആ ജീവിതത്തിൻ്റെ പേരാണ് മൂങ്ങ ജീവിതം. പെട്ടെന്ന് അലീന പറയുന്നുണ്ട്, അയ്യോ കഷ്ടം. അല്ല, വല്യപ്പച്ചനിപ്പോൾ ഈ പറഞ്ഞതിൽ ഏതവസ്ഥയിലാ? സംശയമുണ്ടോ? പട്ടിയുടെ അവസ്ഥയിലാ. ഷോ, വല്യപ്പച്ചന് വിഷമമുണ്ടോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഞാൻ എന്നാത്തിനാ വിഷമിക്കുന്നേ? ഞാനല്ലല്ലോ ആദ്യത്തെ പട്ടി, അവസാനത്തെ പട്ടിയും ഞാനല്ല. എല്ലാവരും ഈ വഴി കൂടെ കടന്നു പോയേ പറ്റൂ. അലീന ദീർഘമായൊന്ന് നിശ്വസിച്ചു. എന്നിട്ട് വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, വല്യപ്പച്ചൻ്റെ മക്കൾ ആരൊക്കെയാ, എവിടെയൊക്കെയാ? ഒന്ന് വിസ്തരിച്ച് പറയാമോ? ആ, അതൊക്കെ പറഞ്ഞിട്ട് എന്നാ എടുക്കാനാ? അല്ല, എൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടെന്ന് എനിക്കൊന്ന് അറിയണ്ടേ? ഓ, അതിനാണോ? എന്നാ പറഞ്ഞേക്കാം. ഔതുക്കുട്ടിച്ചായൻ തൻ്റെ മക്കളെ പറ്റി അലീനയോട് പറഞ്ഞു തുടങ്ങി. എനിക്ക് 4 ആൺമക്കളും 2 പെൺമക്കളും. ആൺമക്കളുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, താമസ സ്ഥലം, ജീവിത സാഹചര്യങ്ങൾ, അങ്ങനെയെല്ലാം അലീന ചോദിച്ചറിഞ്ഞു. പെൺമക്കളിൽ മൂത്തവൾ കന്യാസ്ത്രീയാവാൻ പോയി. സിസ്റ്റർ മരിയ റോസ്. ലില്ലിക്കുട്ടി എന്നാ ശരിക്കുള്ള പേര്. ഇപ്പം അങ്ങ് വടക്ക, ബംഗാളിൻ്റെയൊക്കെ ഭാഗം. സ്ഥലപ്പേര് ഞാനങ്ങ് മറന്നു. പിന്നെ അതിനിളയവള്, അതിനെ കെട്ടിച്ചയച്ചു. ഒരു ഗൾഫുകാരനാണ് കിട്ടിയത്. ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, ആ മോളുടെ പേരെന്താ വല്യപ്പച്ച? ഷെറിൻ. റാണിമോളെന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. വലിയ പിടുത്തക്കാരിയാ. ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ ഉണ്ടായിരുന്നതാ. ഷെറിൻ്റെ പേര് കേട്ടതും ദേഹത്തുടനീളം ഒരു തരിപ്പ് കയറുന്നതുപോലെ അലീനയ്ക്ക് അനുഭവപ്പെട്ടു. ഒരു മഹാരഹസ്യത്തിൻ്റെ താക്കോലാണ് തനിക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. വീണ്ടും അലീനയുടെ ചോദ്യം, ഈ ഷെറിൻ ആൻറ്റിയുടെ ഭർത്താവിൻ്റെ പേരെന്താണ്? അവൻ്റെ പേര് ടോണി എന്നാ. മാമച്ചനങ്ങളും ഗ്രേസമ്മ ആൻറ്റിയും രേവതിക്കുട്ടിയും കൂട്ടി മൂവാറ്റുപുഴയിൽ പോയി താൻ ടോണിയെ കണ്ടത് അലീനയുടെ ഓർമ്മയിലെത്തി. അലീന ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ്, അവരിപ്പോൾ എവിടെയാ വല്യപ്പച്ച? അതിന് മറുപടിയായി ഔതുക്കുട്ടിച്ചായൻ എങ്ങും തൊടാതെ പറയുന്നുണ്ട്, അവര്
അവരിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുന്നു. ഷെറിനാൻറ്റി ഇപ്പോൾ എവിടെയുണ്ട്? ഗൾഫിലാണോ അതോ നാട്ടിലുണ്ടോ? അവളിപ്പോൾ വീട്ടിലുണ്ട്. ഏത് വീട്ടിൽ? ഭർത്താവിൻ്റെ വീട്ടിലാണോ അതോ നമ്മുടെ വീട്ടിലോ? ആ, പുനലൂരുണ്ട്. അവൻ അവധിക്ക് വരുമ്പോഴേ അവൾ മൂവാറ്റുപുഴയ്ക്ക് പോകാറുള്ളൂ. അങ്ങനെയാ പതിവ്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, വലിയപ്പച്ച ഇത്രയൊക്കെ പഠിച്ച് ഷെറിനാൻറ്റിക്ക് കൂടി ഗൾഫിൽ ജോലി കിട്ടില്ലായിരുന്നോ? അപ്പോൾ അവതക്കുട്ടിച്ചായം പറയുന്നുണ്ട്, ഓ അതിനൊക്കെ വേണ്ടി ശ്രമിച്ചതാ. പക്ഷേ അവൾക്ക് ജോലിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവനും വലിയ ഉത്സാഹമില്ലെന്ന് കരുതിക്കോ. വലിയപ്പച്ച ഈ ഷെറിനാൻറ്റിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി? അതിപ്പോൾ ഒരു 3.5 വർഷമായി കാണും. ഷെറിനാൻറ്റിക്ക് എത്ര കുട്ടികളുണ്ട്? 1 2? അത് പിന്നെ അവൾക്ക് മക്കളൊന്നും ആയിട്ടില്ല. ആര് പറഞ്ഞു അവൾക്ക് മക്കളുണ്ടെന്ന്? വല്യപ്പച്ചൻ കള്ളം പറയുമ്പോൾ ശബ്ദത്തിനത്ര ബലമില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന വീണ്ടും ചോദിക്കുകയാണ്, അതെന്താ മക്കളില്ലാത്തേ? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താലോ? ഇത് കേട്ട് ഔസേപ്പച്ചൻ പറയുന്നുണ്ട്, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ട അനാഥ കുഞ്ഞുങ്ങളെയൊന്നും ദത്തെടുത്ത് വളർത്തേണ്ട ഗതികേട് അവർക്കില്ല കുഞ്ഞെ. അത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ മുഖം ഒന്ന് വാടി. അലീന പറയുകയാണ്, വലിയപ്പച്ചൻ അനാഥ കുഞ്ഞുങ്ങളെ വില കുറച്ച് കാണരുത്. ഞാനും ഒരിക്കലും ഒരു അനാഥ കുഞ്ഞായിരുന്നു. 23 വർഷം അവിടുത്തെ ചോറുണ്ട് വളർന്നവളാ. അനാഥ കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല വലിയപ്പച്ച. ഓരോ അനാഥ കുഞ്ഞിൻ്റെയും ജനനത്തിന് പിന്നിൽ ആരുടെയൊക്കെ ചതികളുണ്ട്, വഞ്ചനകളുണ്ട്, ക്രൂരതയുണ്ട്. അവരുടെ കാണാമറയത്ത് അവരെ പ്രസവിച്ച അമ്മമാരുടെ കണ്ണുനീരുണ്ട്. അത്രയും കേട്ടപ്പോഴേക്കും അവതക്കുട്ടിച്ചായനൊന്ന് ചൂളിപ്പോയി. ഓർക്കാതെയാണെങ്കിലും താൻ അനാഥ കുട്ടികളെ തരം താഴ്ത്തി പറഞ്ഞത് അവളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെന്ന് അവതക്കുട്ടിച്ചായന് മനസ്സിലായി. അയാൾക്ക് വല്ലായ്മ തോന്നി. അവളുടെ മുഖത്ത് നോക്കാൻ പോലും പഠിച്ച് അവതക്കുട്ടിച്ചായൻ വിഷണ്ണനായിരുന്നു. അലീന വലിയപ്പച്ചൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സാരില്ല വലിയപ്പച്ച. വലിയപ്പച്ചൻ ഞാൻ പറഞ്ഞതോർത്ത് വിഷമിക്കേണ്ട. വലിയപ്പച്ചൻ ഒരിക്കൽ എന്നെ പുനലൂർക്ക് കൊണ്ടുപോകണം. എനിക്കെല്ലാവരെയും കാണണം, പ്രത്യേകിച്ച് ഷെറിനാൻറ്റിയെ. എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. എനിക്കൊരു കൂട്ടാവല്ലോ. പെട്ടെന്ന് അവതക്കുട്ടിച്ചായൻ, എനിക്ക് ഉറക്കം വരുന്നു മോളെ, ഞാനൊന്ന് കിടക്കട്ടെ. ഇതും പറഞ്ഞിട്ട് അയാൾ മെത്തയിലേക്ക് ചാഞ്ഞു. അപ്പം അലീന പറയുന്നുണ്ട്, പപ്പയോട് ചോദിച്ച് ഞാൻ സമ്മതം വാങ്ങി വെക്കും കേട്ടോ. നാളെ അല്ലെങ്കിൽ മറ്റന്നാ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പുനലൂർക്ക് പോവും. അലീന തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. അടുത്ത ദിവസം രാവിലെ തന്നെ അലീന പുനലൂർക്ക് പോകാൻ അനുവാദം മേടിക്കാനായി സ്റ്റാൻലിയുടെ മുറിയിലെത്തുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തോ ഇമെയിൽ പരിശോധിക്കുകയും റിപ്ലൈ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അലീനയുടെ നിൽപ്പും ഭാവം കണ്ടിട്ട് അവൾക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. മഴത്തോരു മുമ്പേ എന്ന പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാമുഹൂർത്തങ്ങളാണ്. അലീന വലിയപ്പച്ചൻ്റെ കൂടെ പുനലൂർക്ക് പോകുന്നതും തുടർന്ന് സംഭവിക്കുന്നതുമായ കാര്യങ്ങൾ. അവളെ വെറുക്കുന്നവരിൽ നിന്നും സ്നേഹം പിടിച്ചു വാങ്ങുന്ന അലീനയെ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാൻ തൻ്റെ മകൾക്ക് സാധിക്കുമെന്നറിഞ്ഞ് അഭിമാനം കൊള്ളുന്ന സ്റ്റാൻലിയെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്